നമസ്തേ. പാർട്ടി ഓഫീസിന് പുതിയ പൂട്ടുകൾ, പുതിയ പോസ്റ്ററുകൾ, പുതിയ നേതൃത്വം. തൃണമൂൽ കോൺഗ്രസിൽ പൊട്ടിപ്പുറപ്പെട്ട അധികാരപ്പോര് ഇപ്പോൾ പാർട്ടി ആസ്ഥാനവും പിടിച്ചെടുത്തു. ഇനി മമതാ ബാനർജിയുടെ പാർട്ടിയുടെ യഥാർത്ഥ അവകാശി ആരെന്ന് തീരുമാനിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സ്വന്തം പാർട്ടി ഓഫീസിൽ കയറാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. പൂട്ടുകൾ മാറ്റി പുതിയ നേതൃത്വം പ്രഖ്യാപിച്ച് വിമതരുടെ തുറന്ന വെല്ലുവിളി. തൃണമൂൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലൂടെയാണ് പശ്ചിമ ബംഗാൾ രാഷ്ട്രീയം കടന്നുപോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് വിശദമായി നോക്കാം. അതെ, TMCക്കുള്ളിലെ അധികാരപ്പോര് കൂടുതൽ രൂക്ഷമാകുകയാണ്. പശ്ചിമ ബംഗാളിലെ പ്രധാന പ്രതിപക്ഷ നേതാവ് ഋതപ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം കൊൽക്കത്തയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തന ആസ്ഥാനമായ തൃണമൂൽ ഭവൻ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. പൂട്ടുകൾ മാറ്റി പുതിയ പോസ്റ്ററുകൾ സ്ഥാപിച്ച് ഇനി മുതൽ പാർട്ടിയുടെ എല്ലാ സംഘടന പ്രവർത്തനങ്ങളും ഇവിടെ നിന്നായിരിക്കുമെന്ന് വിമത നേതൃത്വം പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനു മുന്നിൽ പാർട്ടിയുടെ പേരും ചിഹ്നവും സംഘടനയും തങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ നിർണായക നീക്കം. റിപ്പോർട്ടുകൾ പ്രകാരം തൃണമൂൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലൂടെയാണ് പാർട്ടി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൊൽക്കത്തയിലെ EM ബൈപ്പാസിലുള്ള പാർട്ടിയുടെ പ്രവർത്തന ആസ്ഥാനമായ തൃണമൂൽ ഭവനിൽ വെള്ളിയാഴ്ച രാവിലെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പ്രതിപക്ഷ നേതാവ് ഋതപ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത നേതാക്കൾ കെട്ടിടത്തിലെത്തി. ഫിർഹാദ് ഹക്കീം, ജാവേസ് ഖാൻ, സന്ദീപൻ സാഹ, പാർട്ടി ട്രഷറർ അക്രുസമാൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നേതാക്കൾ കെട്ടിടത്തിനുള്ളിൽ യോഗം ചേർന്നു. തുടർന്ന് പ്രധാന പ്രവേശന കവാടത്തിലെ പൂട്ടുകൾ മാറ്റി പുതിയ പൂട്ടുകൾ സ്ഥാപിച്ചു. കെട്ടിടത്തിന് പുറത്തുണ്ടായിരുന്ന പഴയ ബോർഡുകളും പോസ്റ്ററുകളും മാറ്റി വിമത വിഭാഗത്തിന്റെ പുതിയ നേതൃഘടന വ്യക്തമാക്കുന്ന പോസ്റ്ററുകൾ സ്ഥാപിച്ചു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട നേതാക്കൾ ഇനി മുതൽ തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും ഈ ഓഫീസിൽ നിന്നായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഈ നീക്കത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെ വലുതാണ്. കാരണം വെറും ഒരു ദിവസം മുൻപാണ് ഋതപ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ന്യൂദില്ലിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൂർണ്ണ ബെഞ്ചിനു മുന്നിൽ ഹാജരായത്. പാർട്ടിയുടെ പേര്, തെരഞ്ഞെടുപ്പ് ചിഹ്നം, സംഘടനാ നേതൃത്വം, പാർട്ടി ആസ്തികൾ എല്ലാത്തിന്മേലും അവകാശം ഉന്നയിച്ചായിരുന്നു വിമത വിഭാഗത്തിന്റെ വാദം. നിയമസഭയിലെ ഭൂരിപക്ഷ പിന്തുണ ഇപ്പോൾ തങ്ങൾക്കാണെന്നും അതിനാൽ യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് തങ്ങളാണെന്നും അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. ആ അവകാശവാദം സംഘടനാ തലത്തിലും ശക്തിപ്പെടുത്താനുള്ള ശ്രമമായാണ് ഇപ്പോഴത്തെ ഓഫീസ് ഏറ്റെടുക്കൽ വിലയിരുത്തപ്പെടുന്നത്. കൊൽക്കത്തയിലെ മെട്രോപൊളിറ്റൻ മേഖലയിലുള്ള ഈ ഓഫീസ് 2022 മുതൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തന ആസ്ഥാനമായിരുന്നു. പാർട്ടിയുടെ പഴയ ആസ്ഥാനം നവീകരണത്തിനായി അടച്ചതോടെയാണ് പ്രവർത്തനം ഇവിടെ നിന്ന് ആരംഭിച്ചത്. അതേസമയം മമതാ ബാനർജിയുടെ കാളിക്കട്ട് വസതിയാണ് ഇപ്പോഴും പാർട്ടിയുടെ കേന്ദ്ര ഓഫീസ്. മാധ്യമങ്ങളോട് സംസാരിച്ച പാർട്ടി ട്രഷറർ അക്രുസമാൻ പറഞ്ഞു, ഞങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന്. ഈ ഓഫീസ് തൃണമൂൽ കോൺഗ്രസിൻ്റെതാണ്. കെട്ടിട ഉടമയുമായുള്ള കരാർ പൂർത്തിയായിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും ഇവിടെ നിന്നായിരിക്കും. ഓഫീസിന് പുറത്ത് സ്ഥാപിച്ച പുതിയ പോസ്റ്ററുകൾ ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. കാരണം അതിൽ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ചിത്രമില്ല. പകരം മുതിർന്ന MLA അരൂപ് റോയിയെയാണ് പാർട്ടി ചെയർമാനായി ചിത്രീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം വിമത വിഭാഗം ചേർന്ന പ്രത്യേക സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച പുതിയ നേതൃഘടന തന്നെയാണ് ഈ പോസ്റ്ററുകളിലും പ്രതിഫലിക്കുന്നത്. എന്നാൽ ഓഫീസിനുള്ളിൽ നേരത്തെ സ്ഥാപിച്ചിരുന്ന മമതാ ബാനർജിയുടെ ചിത്രങ്ങളും കട്ടൌട്ടുകളും നീക്കം ചെയ്തിരുന്നില്ല. ശനിയാഴ്ച മുതൽ ഈ ഓഫീസിൽ നിന്നായിരിക്കും പ്രവർത്തനമെന്ന് ഋതപ്രത ബാനർജി പ്രഖ്യാപിച്ചു. ഇതിനിടെ മമതാ ബാനർജി പക്ഷം ഉടൻ തന്നെ രംഗത്തെത്തി. മുതിർന്ന നേതാവ് കുനാൽ ഘോഷ് ഓഫീസിലെത്തിയെങ്കിലും പുതിയ പൂട്ടുകൾ കാരണം അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പ്രഗതി മൈതാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കേന്ദ്ര സേനയും വിന്യസിച്ചു. അതേസമയം ഓഫീസ് ബലപ്രയോഗത്തിലൂടെ കയ്യേറിയെന്നാരോപിച്ച് മമതാ വിഭാഗം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. മാധ്യമങ്ങളോട് പ്രതികരിച്ച കുനാൽ ഘോഷ് പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും പൂട്ടുപൊളിച്ച് അകത്ത് കയറിയിട്ടില്ല. എല്ലാ വിവരങ്ങളും മമതാ ബാനർജിയും പാർട്ടി നേതൃത്വത്തെയും അറിയിക്കും.
സംഭവത്തെ അദ്ദേഹം നിർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ചു. പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് വിമത വിഭാഗം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. 2027 വരെ കെട്ടിട ഉടമയുമായി സാധുവായ കരാർ തൃണമൂൽ കോൺഗ്രസിനുണ്ടെന്നും കുനാൽ ഘോഷ് അവകാശപ്പെട്ടു. ഓഫീസ് ഏറ്റെടുക്കലിന് സംസ്ഥാന ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും മൗന പിന്തുണ ലഭിച്ചെന്ന ഗുരുതര ആരോപണവും മമതാ പക്ഷം ഉന്നയിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ആരോപണം വിമത നേതാക്കൾ പൂർണ്ണമായും തള്ളി. ഇതിനിടെ ഈ കെട്ടിടത്തിന്റെ ഉടമയായ മനോതോഷ് സാഹിയുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് നടപടി സ്വീകരിച്ചതെന്ന് വിമത വിഭാഗത്തിലെ വൃത്തങ്ങൾ പറയുന്നു. മോഡേൺ ഡെക്കറേറ്റിംഗ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് മനോതോഷ് സാഹ. വർഷങ്ങളായി തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന പൊതുപരിപാടികൾക്കുള്ള വേദികൾ ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാപനമായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി പാർട്ടിയുമായുള്ള ബന്ധം വഷളായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കാണ്. രണ്ടു വിഭാഗങ്ങളോടും പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അംഗീകൃത ഭാരവാഹികൾ, പാർട്ടിയുടെ നിയന്ത്രണം എന്നിവ സംബന്ധിച്ച രേഖകളും മറുപടികളും ജൂലൈ 6 വൈകിട്ട് 5:30 സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തൃണമൂൽ MP മഹുവ മൊയ്ത്ര എക്സിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഓഫീസ് പിടിച്ചെടുക്കാൻ കഴിയും, പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ യഥാർത്ഥ സമ്പത്ത് മമതാ ബാനർജിയാണ്. 1998 തൃണമൂൽ കോൺഗ്രസ് രൂപീകൃതമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയായാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. നിയമസഭയിലെ ഭിന്നത, സംഘടനയിലെ പിളർപ്പ്, പാർട്ടി ആസ്ഥാനത്തിന്റെ നിയന്ത്രണം, ഇനി പാർട്ടിയുടെ പേരും തെരഞ്ഞെടുപ്പ് ചിഹ്നവും ആർക്കായിരിക്കും എന്നതടക്കമുള്ള നിർണായക ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന തീരുമാനത്തിനായാണ് രാജ്യം മുഴുവനും ഇപ്പോൾ കാത്തിരിക്കുന്നത്. മമതാ ബാനർജിയുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവെന്ന നിലയിൽ പാർട്ടിയെ നയിച്ചിരുന്ന മമതയ്ക്ക് ഇന്ന് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത്. നിയമസഭയിലെ ഭിന്നതയും സംഘടനയിലെ പിളർപ്പും ഇപ്പോൾ പാർട്ടിയുടെ പ്രവർത്തന ആസ്ഥാനം വരെ എത്തി നിൽക്കുന്ന അധികാര പോരാട്ടമായി മാറിയിരിക്കുകയാണ്. വിമത വിഭാഗം പാർട്ടി ആസ്ഥാനം ഏറ്റെടുത്തതും പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചതും പാർട്ടിയുടെ പേരും തെരഞ്ഞെടുപ്പ് ചിഹ്നവും തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതും മമതാ ബാനർജിയുടെ നേതൃത്വത്തിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം പാർട്ടിയുടെ യഥാർത്ഥ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് മമതാ പക്ഷവും ശക്തമായി അവകാശപ്പെടുന്നുണ്ട്. ഇനി ഈ തർക്കത്തിന്റെ അന്തിമ വിധി നിർണ്ണയിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കമ്മീഷന്റെ തീരുമാനം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവിയെ മാത്രമല്ല, പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയത്തിന്റെ ദിശയും സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ മുഴുവനും ഈ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.